ഈ കാലിതാ മണ്ണിൽ താന്നു. അയ്യോ ഇതും പൊട്ടി. മഴ കൂടുതൽ ദിവസം നിക്കാണെങ്കിൽ നമ്മുടെ കോളിഫ്ലവർ, കാബേജ് പറഞ്ഞ അതമ്മ പകലൊന്നല്ല, അത്യാവശ്യം പണിയുള്ളൊരു വീട് തന്നെയായിരുന്നു. കൃഷിക്ക് ഉണ്ടായിരുന്നു നമുക്ക്. അഞ്ച് കാര്യം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. വയോട്ടാ. ഇതല്ലേട്ടാ നമ്മ പീച്ചിങ്ങ. ഇത് നമ്മുടെ ഇത് ഇപ്പൊ എത്ര വലുതാവുള്ളൂ തോന്നുന്നുണ്ട്. അധികം വലുതാവുള്ള സാധ്യത കുറവാ. കാരണം ഇത് മൂത്ത് കഴിഞ്ഞ ഒന്നിനും കൊള്ളില്ലേ. അപ്പൊ ഇത് പൊട്ടിക്കാം. രാവിലെ ചീരപ്പുട്ടുണ്ടാക്കാനാണ് ഇറങ്ങിയത്. പക്ഷെ ഇപ്പൊ നമുക്കൊരു പീച്ചിങ്ങ വലുതായതുണ്ടായിരുന്നു. അപ്പൊ അത് പൊട്ടിച്ചെടുത്തു. ഇനി എന്തിട്ടാ പീച്ചിങ്ങ. പിന്നെ അമ്മയ്ക്ക് ഞാനേ നമ്മുടെ അവിടെ പുതിയൊരു കുമ്പളങ്ങ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതും കാട്ടി വരാൻ പറ്റി. അയ്യോ എന്നിട്ട് ചീരരിയ നമുക്ക്. അമ്മ നോക്കി നടന്നോട്ടമ്മേ. ചുവപ്പ് ചീരി പച്ചച്ചീരി രണ്ടും കൂടി അരിയാട്ടമ്മേ. കുഴപ്പമില്ലല്ലോ. നമ്മുടെ കുമ്പളങ്ങ 4 ദിവസം ആവണല്ലോ. ചെറുത് കണ്ടു അപ്പളേക്കും ഇങ്ങനെ വലുതാവുക. അത് മാത്രല്ല ഈ പട്ടയുടെ ഈ മുകളിലേക്ക് നിന്നിരുന്ന കുമ്പളങ്ങ വലുതാവുന്നതനുസരിച്ച് പട്ടയും ഇതിങ്ങനെ ഞണ്ടടിയിലേക്ക് വരിക. അപ്പൊ നമ്മളവിടെ പുതിയതായിട്ടുണ്ടാവണതാട്ടെ ഈ കുമ്പളങ്ങ. നല്ല നീളമുള്ള കുമ്പളങ്ങ ആയിട്ട് തോന്നുന്നുണ്ട് കാണുമ്പോ. ചെറുതുകൾ അവിടെ ഉണ്ടാവുന്നുണ്ട് കേട്ടാ. വേറെ പുതിയത് ഉണ്ടാവുന്നുണ്ട്. എവിടെയാന്നറിയാം ഞാൻ കാട്ടി തരാട്ടാ. ചെറുത് ഒരാൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ദേ നിക്കണ ഒരാള് കണ്ടാ. ഈ കണ്ട് ഇപ്പത്തെ ചെറുതാട്ടാ. പെട്ടെന്നായിരിക്കും ഇത് വലുതാവുക. നോക്കിക്കൊണ്ടിരിക്കുക വലുതാവണ കാണാം. ഇനിയിപ്പോ നമുക്ക് ചീരരിഞ്ഞല്ലോ അമ്മ. ചീരരി ഇനി ഇത് മതി. ഞൊട്ടഞ്ഞൊടിയുടെ കട നിൽക്കണ്ടല്ലോ. മതി നോക്കി ഞൊട്ടഞ്ഞൊടിയെ പണി. നമ്മുടെ ഞൊട്ടഞ്ഞൊടിയെ കണ്ടാ. അമ്മത് കണ്ടപ്പോഴേക്കും പറയാ ഞൊട്ടഞ്ഞൊടിയുടെ കട നിൽക്കണ്ടല്ലോ എന്ന്. പൊട്ടിക്കാറായിട്ടില്ല അല്ലേ. ആയിണ്ടത് വലിയ ചെറുതായിരുന്നോ. അതൊരു നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് ഇങ്ങനെ വരും. ആയിട്ടില്ല. നമ്മളിപ്പോ ഇതുണ്ടാകുമ്പോ ഒന്നും കളയണില്ല. അവിടെ ഉണ്ട് 2 കട. നമുക്ക് പോവാ. അതൊക്കെ തുറന്നോട്ടമ്മ. അപ്പൊ നമ്മളിടല്ലോ ചീരപ്പുട്ടായിട്ട് ഉണ്ടാക്കാൻ പോകണത്. അപ്പൊ ചീരപ്പുട്ട് ഞാൻ പലപ്പോഴും ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അമ്മ വന്നു കഴിയുമ്പോഴേ അമ്മക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാക്കണല്ലോ. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് ചീരപ്പുട്ട ഉണ്ടാക്കാന്ന് വെച്ചാൽ. അപ്പൊ നമ്മൾ ചീരപ്പുട്ട് ഉണ്ടാക്കുമ്പോ തീരെ വെള്ളം ഒഴിക്കില്ല കേട്ടാ. കാരണം വെള്ളത്തിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ചീരയുടെ ഇല മാത്രം. അപ്പൊ ആദ്യം നമ്മൾ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ചീരല. നമ്മുടെ വെള്ളത്തിനനുസരിച്ച് വെള്ളത്തിന്റെ പാകം മുഴുവൻ നമ്മൾ നോക്കുക ഈ ഇലയിലാട്ടാ. അപ്പൊ ചീര നമ്മള് എടുക്കുമ്പോഴേ മൂത്ത ചീര തണ്ട് എടുക്കരിക്കോ, അല്ലാത്ത തണ്ടൊക്കെ ഉപയോഗിക്കാം കേട്ടാ. അപ്പൊ നമ്മളിതാ കുറച്ച് അരിപ്പൊടി ഇട്ടു. പിന്നെ കുറച്ച് ചീരയുടെ ഇല ഇട്ടു. പിന്നെ ഇതാ കുറച്ചും കൂടി അരിപ്പൊടി നമുക്ക് അതിലിടാം. എന്നിട്ട് സാധാരണ നമ്മൾ ചെയ്യണ പോലെ തന്നെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടാ. നമുക്ക് തുറന്നു നോക്കാം കേട്ടാ. തുറന്ന് നോക്കുമ്പോ നോക്കിയേ ഇതേപോലെയാണ് ഇരിക്കണെന്നുണ്ടെങ്കിൽ, അതായത് വെള്ളം കൂടുതലാണെന്ന് തോന്നാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അരിപ്പൊടി ഇട്ടിട്ട് അടിക്കാം. അപ്പൊ എനിക്ക് ഇതിലിപ്പോ ഇത്തിരി കട്ടിയായിട്ടാണ് ഇരിക്കണേ. കണ്ട ഇതേപോലെ ഇപ്പൊ ഇത്തിരി കട്ടിയായിട്ട് ഇരിക്കണേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇതാ കുറച്ചും കൂടി നമുക്കൊരു അരിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത്തിരി അരിപ്പൊടി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടി അടിച്ചു കൊടുക്കാം. ഒന്ന് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി തുറന്നു നോക്കാം. ഇപ്പൊ നോക്കിയാ കണ്ട നമ്മുടെ പുട്ടുപൊടിയുടെ പാകമായിട്ടുണ്ട്. ഇതേപോലെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ വെള്ളം കൂടുന്നതിനനുസരിച്ച് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ വെള്ളം കുറവാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചീരിട്ട് കൊടുക്കാം. എന്നിട്ടാട്ടോ നമ്മൾ അടിച്ചെടുക്കേണ്ടത്. അമ്മ പാത്തെടുത്തമ്മ. അപ്പൊ നമ്മുടെ ചീരപ്പുട്ട് ഉണ്ടാക്കാൻ നല്ല എളുപ്പാട്ടാ. അപ്പൊ അതായത് ചീരയാണ് ഇട്ടത്. ഇച്ചിരി ടേസ്റ്റ് കുറവൊന്നും ഉണ്ടാവില്ല. വെള്ളത്തിന് പകരം നമ്മൾ ചീര ഉപയോഗിക്കുന്നത് അത്രേ ഉള്ളൂ കേട്ടാ. അപ്പൊ ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള കൂടി ഞാൻ ഉണ്ടാക്കിയെടുക്കട്ടെ. പിന്നെ നമ്മൾ സാധാരണ പുട്ടിലേക്ക് എന്താ ചെയ്യാറ്, ഞാൻ കുറച്ച് ഉള്ളി ചതച്ചിടാറുണ്ട്. അതേപോലെ തന്നെ ഒരു ഗ്ലാസ് അരിപ്പൊടിക്കാണ് ഞാനിത് ഉണ്ടാക്കുന്നത്.
അപ്പൊ ചീരയും കൂടി ഇട്ട് വരുമ്പോ അത് ഒരു ഗ്ലാസ്സിനുള്ളത് നമുക്ക് 2-2.5 ഗ്ലാസ്സിന്റെ അടങ്ങി കിട്ടൂട്ടാ. നനവെല്ലാം കൂടി ആകുമ്പോ പിന്നെ നമ്മൾ എനിക്ക് എന്നിട്ട് ഞാൻ ഇത്തിരി ജീരകം ഇടും, ഒരു 1/4 ടീസ്പൂൺ. ജീരകമൊക്കെ ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി, ഇടാൻ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നമ്മൾ ജീരകമൊക്കെ ഇടുന്നത്. പിന്നെ അതേപോലെ ഉള്ളി കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് പിന്നെ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാട്ട് ചെയ്യാം. പിന്നെ അമ്മയ്ക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ കുറച്ച് പയർ പൊട്ടിച്ചതോടെ ഇരിക്കണായിരുന്നു. അപ്പൊ പിന്നെ അമ്മ നന്നാക്കാൻ ഇടയില് നല്ല പയറല്ലേ അമ്മ? നല്ല പയറത് മണിയായിട്ടൊന്നും കിട്ടാറില്ല കേട്ടാ. പൊടിയുണ്ട്, മണി തിരിക്കാനുണ്ട്. മണിയായിട്ടൊന്നേ അങ്ങനെ കിട്ടാറില്ല. ഇതിപ്പോ വലയ്ക്ക് ഇട്ടിട്ട് മൂടിയിട്ടാ കാരണം അങ്ങനെ കിട്ടിയതാ. കണ്ട നമ്മള് ഉള്ളിയും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ജീരകം ഉപ്പൊക്കെ ഇട്ടിട്ട് നോക്കിയാ നമ്മുടെ സാധാ പുട്ടുപോലെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കണ്ട ഇങ്ങനെ കട്ട പിടിച്ചിരിക്കണം, അത്രയും രീതിയിലാണ് കേട്ടാ. അപ്പൊ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വീണ്ടും കുറച്ച് നാളികേരമൊക്കെ ഇട്ട് നമുക്കിതാ പുട്ടൊന്ന് തുറന്നു നോക്കാം കേട്ടാ. കണ്ട സാധാരണ പുട്ടുണ്ടാക്കണ പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പൊ ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഞാനൊന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടാ. നമ്മുടെ കൺമണി കുട്ടി ഇതാ ഇവിടെ ഉണ്ട് കേട്ടാ. എന്നോട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ കൺമണിനെ കാണാനില്ലോന്ന്. കൺമണി കുട്ടി സ്കൂളിൽ പോയി തുടങ്ങിയപ്പോ കൺമണി കുട്ടിക്ക് കുറച്ച് ഒഴിവ് കുറവാണ്. കാരണം എന്റെ വീഡിയോയിലേക്ക് വേണ്ടി വരണമെങ്കിൽ കൺമണി കുട്ടി പിന്നെ വീട്ടിൽ നിന്ന് വരാൻ നിൽക്കണം. അപ്പൊ അതുകൊണ്ടാണ് കൺമണി കുട്ടീനെ വീഡിയോയിൽ കാണാത്തത്. ശനി ഞായറാണെങ്കിലും കൺമണി കുട്ടി എന്തിനൊക്കെ പോണേ? ശനി ഞായറും മുടക്കുള്ള ദിവസം, ശനിയാഴ്ചയും ചില ദിവസങ്ങളിൽ ക്ലാസ് ഉണ്ടാവാറുണ്ട്. ഞായറാഴ്ച ദിവസം എങ്ങടെ പോണേന്ന് പറഞ്ഞു കൊടുത്തേ. പുത്തൂർക്ക് പോവും. പുത്തൂര് പിന്നെ എന്തൊക്കെ പഠിക്കാൻ പോണേന്ന് പറഞ്ഞേ? ഉറക്കെ പറയ്. സ്കേറ്റിങ്, അതായത് ഒരു ഷൂവിന്റെ അടിയിൽ ചക്രമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോണ സംഭവം അല്ലേ? അപ്പൊ കൺമണിക്കുട്ടി ബിസിയായി കാരണമായിട്ട് നമ്മുടെ വീഡിയോയില് കാണാത്തേ. അപ്പൊ കൺമണിക്കുട്ടിന് ഇഷ്ടമുള്ള ഒരു അമ്മൂമ്മമാരൊക്കെ ഉണ്ട്. അപ്പൊ അവരോട് പറഞ്ഞേ എല്ലാ അമ്മൂമ്മമാർക്കും ഒക്കെ എന്റെ ഉമ്മാന്ന്. ഉമ്മ. ഞാൻ സ്കൂളിൽ പോവാൻ വേണ്ടി ടാറ്റ കൊടുത്തേ. ഇവിടെ ഒരു അമ്മാമി ഉണ്ടല്ലോ, അമ്മാമിക്ക് ടാറ്റ കൊടുത്തേ. അപ്പൊ ശരി കേട്ടോ. അപ്പൊ ഞാൻ കൺമണിക്കുട്ടീനെ വീട്ടിലാക്കട്ടെ. വാ ശരിക്കും ടാറ്റ കൊടുക്കും. നോക്കി ടാറ്റ കൊടുക്കും. ഇന്ന് ഞാൻ അമ്മയാട്ടാ കഴിക്കാനുള്ള. ഷായുടെ കഴിച്ച് നേരത്തെ പോയി. അപ്പൊ അമ്മ ടാക്സ് പറയും. അമ്മ അമ്മ മുന്നേ കഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഉണ്ടാക്കി തരാമല്ലേ അമ്മക്ക്? ഉണ്ടാക്കിന്റെ ആദ്യം നല്ല ടേസ്റ്റല്ല അമ്മ കഴിച്ചിട്ട്. വെറുതെ പറഞ്ഞേ ഇങ്ങനെ തോന്നണേന്ന്. ചീരയുടെ കുത്ത് അങ്ങനെ ഒന്നുമില്ലല്ലോ, ഒന്നും തോന്നില്ല കേട്ടാ. നമുക്ക് നല്ലതാണ് ഇങ്ങനെ ഉണ്ടാക്കി. ആവിയുമല്ല നമ്മള് ചീരയുടെ ഇലയ്ക്ക് വെന്ത് കിട്ടണേ, നല്ലതാ. പിന്നെ ഞങ്ങക്ക് പുട്ടിരിക്കുള്ളത് കുഞ്ഞിപ്പഴം. ഇന്ന് നമുക്കുണ്ടല്ലോ ബർത്ത്ഡേ വിഷ് ചെയ്യാനും അതേപോലെ തന്നെ ഹായ് പറയാനുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ബർത്ത്ഡേ വിഷ് ചെയ്യാം. ഇറ്റലിയിലുള്ള നിഷ സിസ്റ്ററുടെ ബർത്ത്ഡേ ആണ് ഇന്ന്, അതായത് ഡിസംബർ 3-ാം തീയതി. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ സിസ്റ്റർ നിഷ. അതേപോലെ തന്നെ വല്ലാർപ്പാടത്തുള്ള സിന്ധു സിസ്റ്ററുടെ ബർത്ത്ഡേ തന്നെയാണ് ഡിസംബർ 3-ാം തീയതി. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ സിസ്റ്റർ സിന്ധു. ഗീത രാജൻ, ഹായ് ഗീതേച്ചി. ഇനി അനിയത്തിമാർക്കാട്ടാ. ഹസീന സലാം, ഹായ് ഹസീന. ഹായ് സൈറ, ഹായ് മോണിത്തിങ്കൽ. ഇനി നമുക്ക് നമ്മുടേതായ കാര്യങ്ങളിലേക്ക് പോവാട്ടാ. അയ്യോട്ടാ. അമ്മയുണ്ടല്ലോ നോക്കിയേ, നല്ല ബിസിയിലാട്ടാ. വേറെ ഒന്നല്ല, അമ്മയ്ക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ വെറുതെ ഇരിക്കാനൊന്നും ഇഷ്ടമില്ല. അപ്പൊ അമ്മ ഇന്നുണ്ടല്ലോ നമ്മള് പൊട്ടിച്ചോര പച്ചക്കറികളൊക്കെ ഇരുന്നിരുന്നു. അപ്പൊ അമ്മ അതെ ഇത് വഴുതിനിക്ക് ഇത് നോക്കിയേ നുറുക്കിയൊക്കെ ഇതാ റെഡി ആക്കിയിട്ട് മെഴുക്ക് പോയിട്ടുണ്ടാക്കാനല്ല അമ്മ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഓ അതൊക്കെ പയറും ചതുരപ്പയറും വേവിച്ചിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടാ കൊള്ളി ഇന്ന് കാണുമ്പോഴല്ല നല്ല ഭംഗിയുണ്ട്. അതൊക്കെ
നല്ല മസാല ഇട്ടിട്ട് വേണ്ട കൊള്ളിതാ നമ്മുടെ കൊള്ളിയല്ലേ വേഗം വേവല്ലോ. മസാല ഒക്കെ ഇട്ടിട്ടുള്ളൊരു മസാല കറി വെക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇന്ന് നല്ല അടിപൊളി ഫുഡാണ് ഞങ്ങളുടെ അമ്മ വന്നത്. പിന്നെ അതുകൊണ്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അമ്മയ്ക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ലാന്ന്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോ കാണാട്ടാ അമ്മ ചിലപ്പോ പയറല്ല നമ്മുടെ മുളക് പൊട്ടിക്കാൻ. അതിങ്ങനെ കുറേ നേരം വേണല്ലോ. അപ്പൊ അമ്മ അത് ചിലപ്പോ അതുപോലെ പൊട്ടിക്കാൻ നിൽക്കും. അങ്ങനെ അമ്മ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഞാനുണ്ടല്ലോ അമ്മ നമ്മുടെ ഒരു കായക്കൊല വീണിട്ടുണ്ട്. ആ കായക്കൊല അത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ അടുത്ത വാഴകൾക്ക് ഭയങ്കര ഹൈറ്റ് അല്ലേ. അപ്പൊ ഒരു ഉപകാരം ഉള്ളത് അവരിങ്ങനെ ഒടിഞ്ഞ് വീഴും. മൂത്തതിന് ശേഷം വെട്ടിയെടുത്താൽ മതി. ഞാനപ്പൊ എന്തെങ്കിലും അങ്ങോട്ട് പോയിട്ട് വരാം. നമുക്ക് പറമ്പേ പോവാം ഷായന്റെ അടുത്തേക്ക്. ഷായിട്ടെ കായക്കൊല വേട്ടെ. ഞാൻ വെട്ടത്തി കൊണ്ടുവരുന്ന നോക്കിക്കായിരുന്നു. അതെ കായക്കൊല ഇനി മറിഞ്ഞുണ്ടെങ്കിൽ നമ്മള് ഈ തടങ്ങ് വരെ അതാ ഞാൻ പെട്ടെന്ന് വെട്ടിയിടുമ്പളേ അല്ല വീണ് കഴിഞ്ഞ് പെട്ടുല്ലോ. നമ്മളിവിടെ പയറൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ടേ. ആള് ഒരു കനുള്ള കൊല തന്നെയാണ്. പക്ഷേ ഞാനെന്റെ തലയിലേക്ക് പോന്നിട്ട് ഈ ഇതിനൊന്ന് അത് കുഴപ്പമില്ല. ഞാൻ ആദ്യം പറ്റിയുണ്ട്. കായക്കൊല എന്ന് പറഞ്ഞാലേ 3, 1, 2, 4, 5 തിന്നു. 5-6 തിന്നു. നോക്കിയേ കായക്കൊല വലിപ്പം. ഇതിന്റെ ഇവിടത്തേക്ക് നമ്മള് കണ്ട ഓരോ പടല കൂട്ടാൻ വേണമെന്ന് പറയുമ്പോ ഷായിട്ട് എനിക്ക് തോട്ടി കൊണ്ടാട്ടാ വലിച്ചിടാ. അങ്ങനെയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. നല്ല കൊല സൂപ്പർ സാധന. എന്താ വലിയ കൊലയാ. അതിനുണ്ടല്ലോ ഇതിന്റെ അടിവശത്തില്ലേ ഇവിടത്തെ നമ്മള് കൂട്ടാൻ വയ്ക്കാനായിട്ടില്ല തോട്ടോടെ വലിച്ചിടുക. അങ്ങനെ പോയിട്ടുള്ളത് നല്ല വലിപ്പുള്ള പോലെയാ. 2, 4, 6 പടലി ഉണ്ടായിരുന്നു. 6 പടലി ഉണ്ടായിരുന്നത്. 5 കായ് തന്നിട്ടല്ലോ ചേട്ടാ. 5 ഇവരുണ്ടല്ലോ പഴുക്കാൻ തുടങ്ങുന്ന അപ്പളേക്കും തിന്നു. അങ്ങനെയാ. ഈ ഉള്ളി കണ്ടാ നമ്മള് നടാനുള്ളതാ. നമ്മളെ ഉള്ളി നടുമ്പോഴുണ്ടല്ലോ ഒരു ദിവസം വെയില് കൊള്ളിക്കാനായിട്ട് നല്ല വെയിലെടുത്ത് കൊള്ളിച്ചിട്ട് വേണം നമ്മൾ ഉള്ളി നടാനായിട്ട്. നമ്മുടെ വീഡിയോയിലെ ഉള്ളി നടന്നതൊക്കെ നമ്മൾ പലപ്പോഴും അതന്നെ നമുക്ക് നന്നായിട്ട് ഉണ്ടാവാറുണ്ട്. നടന്നത് കാട്ടി തരാട്ടാ. അല്ലേ ഉണ്ടാവാറുണ്ട്. അത് നല്ല അത്യാവശ്യം ഇങ്ങനെ. പിന്നൊരു കാര്യം കൂടി കാട്ടിത്തരാട്ടാ. നമ്മുടെ വീട്ടിൽ പുതിയൊരു പൂ ഉണ്ടായിട്ടുണ്ട്. നല്ല ഭംഗിയ പൂ കാണാനായിട്ട്. അത് കാട്ടിത്തരാം. ഞാൻ പുതിയ പൂ ഉണ്ടായത് നമ്മ കാലത്ത് കണ്ടൂല്ല. എന്നോട് ചോദിച്ചില്ലേ ആ പൂ. അതൊന്ന് ഞാൻ കാട്ടി കൊടുക്കട്ടെ. അമ്മേ വയ്യോ. ഈ ഒരു പൂവിട്ടാ ഇതുമ്പോ നോക്കിയേ. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഒരു വട്ടം ഞാൻ മറന്നുപോയൊരു പേരാണ് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട് കുറെ പേര് കമന്റ് ഇട്ടു. അതേപോലെ തന്നെ ഈ ഒരു പൂവിന്റെ പേര് ഞാൻ മറന്നിരിക്കുകയാണ്. ഇത് പൂവുണ്ടാവാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ് എന്നോട് ഞാൻ ചെടി നേഴ്സിന് പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് നോക്കി നമുക്ക് നന്നായിട്ട് പൂവ് നന്നായി ഒക്കെ ഉണ്ടാവുന്നുണ്ട്. നല്ല ഭംഗിയ. ഒരു ദിവസം നിൽക്കുള്ളൂ പൂവ്. കോളാമ്പി പൂ പോലെ ഒരു ദിവസം ഇന്ന് കഴിഞ്ഞ നാളെ പൂ. അങ്ങനൊരു പുതിയൊരാള്. എത്ര നാളായി നിറഞ്ഞ നോക്കുന്നു പൂവുണ്ടാവാനായിട്ട്. ഒരു പൂവൊക്കെ ഉണ്ടായി കിട്ടാറ് എനിക്ക്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അവർ നന്നായിട്ട് പൂവുണ്ടായി തുടങ്ങി. ഇത് പ്രത്യേകിച്ച് മണമൊന്നുമില്ല. പക്ഷെ ഒരു രസമാണ് ഈ പൂവാണ്. ഞാൻ ഈ നേഴ്സറിന്ന് ചെടി മേടിക്കുമ്പോഴേ ഞാൻ ചോദിക്കുന്നുണ്ട് പൂവുണ്ടാവാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാന്ന്. അപ്പൊ ആളെന്നെ പറയാ അതൊന്നും എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. ലോട്ടറി പോലെ പൂവുണ്ടാവാന്ന്. കിട്ടാണെങ്കിൽ നന്നായിരുന്നു. അങ്ങനെ വണ്ടി മേടിച്ചോണ്ട് അവസ്ഥ ഉണ്ടായി തുടങ്ങിയില്ലേ. കായ വെട്ടി വന്നപ്പോഴേ അമ്മ പറഞ്ഞു നമുക്ക് കുറച്ച് കായ വറക്കാന്ന്. കാരണം മക്കളൊക്കെ വരുന്ന സമയത്ത് കഴിക്കാലോ നാശാവില്ലോ എന്നാണ് പറയണത് അമ്മ. അപ്പൊ പിന്നെ ഞാൻ അമ്മയും കൂടി അന്ന് കുറച്ച് കായ വറക്കാന്ന് വെച്ചിട്ട് ഇരുന്നുട്ടാ. അപ്പൊ നമ്മള് കായ വറക്കാനായിട്ട് ഒരു പോണിയില് കുറച്ച് മഞ്ഞളൊക്കെ ഇട്ടിട്ട് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അമ്മേ. അത്രയും മതി. അപ്പൊ നമ്മള് ഈ തൊലി പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ആ മഞ്ഞൾ വെള്ളത്തിലേക്കിടാ. നമുക്ക് കായ ഇങ്ങനെ തൊലി പൊളിക്കുമ്പോഴേ കയ്യുമ്പോ ഒരു പശ പോലെ ആവും. അപ്പൊ നമുക്ക്
കറ, അതായത് അതൊന്നും കയ്യുമ പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണയ്ക്കും പുരട്ടിട്ടിരിക്കാട്ടാ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കായ തൊലി പൊളിച്ചെടുക്കുക. ഈ കായത്തൊലി ആണെങ്കിലോ നമുക്ക് കായത്തൊലി തന്നെയും വെക്കാം, അല്ലെങ്കിൽ ഉണക്കപ്പയറൊക്കെ ഇട്ടിട്ട് വെക്കാം. പക്ഷെ നമ്മുടെ കയ്യുമ കായയുടെ കറിയാവും, പക്ഷെ വേഗം പൂവെന്ന് മാത്രം ഇട്ടാ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ഇരുന്ന് കഴിഞ്ഞാല്. നമ്മളിപ്പോ ഈ മഞ്ഞൾ വെള്ളത്തിന് ഇട്ടുമല്ലോ, ഇനി കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിന് തുടച്ചെടുക്കാട്ട് ചെയ്യാം. അതിന് ശേഷമാണ് നമ്മൾ വട്ടത്തില് കായനെ അരിഞ്ഞെടുക്കുള്ളൂ. പകുതിയോളം കായ തൊലി പൊളിച്ച് കഴിഞ്ഞിട്ടിപ്പോ പിന്നെ അമ്മയ്ക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ കായ വറക്കുക, ശർക്കരപ്പേരി ഉണ്ടാക്കുക, പിന്നെ അതേപോലെ അമ്മ അച്ചപ്പം, മുറുക്ക്, കൊക്കുവട, അങ്ങനെ ഒരുവിധം എല്ലാ സാധനങ്ങളും അമ്മ ഉണ്ടാക്കൂട്ടാ. ഞങ്ങളുടെ ശരിക്കും ചെറുപ്പത്തിലേക്ക് എനിക്ക് നല്ല ഓർമ്മയാ, ഇപ്പോഴും കൂടെ ഓർമ്മയാ. അത് അമ്മ പകലൊന്നല്ല, അത്യാവശ്യം പണിയുള്ളൊരു വീട് തന്നെയായിരുന്നു, കൃഷിയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പൊ അമ്മക്ക് പകല് പണിയുണ്ടാവും, അപ്പൊ രാത്രിയിലായിരിക്കും അമ്മയുടെ എന്നിട്ട് പറയാം ഇങ്ങനത്തെ പലകാല പണികള്. എന്നിട്ട് അന്ന് ഒരു പ്രത്യേക ഒരു ടിന്നില്ല അമ്മേ, ഇരുമ്പിന്റെ ചതുരട്ടിനുണ്ട് ഇത്ര ഹൈറ്റില്. ഇപ്പൊ അങ്ങനത്തെ ടിന്ന് ബിസ്ക്കറ്റ് ടിന്ന് വരുന്നത്. ബിസ്ക്കറ്റ് ടിന്ന് അത് അച്ഛൻ കൊണ്ടുവന്നതാ. എന്റെ അച്ഛന് അങ്ങനത്തെ ഒരു കമ്പനിയിലായിരുന്നു, ഡ്രൈവറായിരുന്നു അച്ഛൻ. അപ്പൊ അച്ഛന്റെ വണ്ടിയില് ഇങ്ങനെയുള്ള ബിസ്ക്കറ്റുകള് ഒക്കെയാണ് കൊണ്ടുപോവാ. അപ്പൊ അങ്ങനത്തെ എനിക്ക് വരുന്ന എത്ര ടിന്നുകളുണ്ട്. ആ ടിന്നുകളൊക്കെ അമ്മ ഇങ്ങനെ ആശ്രയിക്കും. ഇപ്പോഴാണ് പിന്നെ ഉണ്ടാക്കല് കുറഞ്ഞ. ഉണ്ണികൾക്കൊന്നും അങ്ങനത്തെ സാധനം കൊണ്ട് നമുക്ക് വലിയ ഇഷ്ടമല്ലല്ലോ. ഇവിടെ ആരും പോലെ ഉണ്ണി കൂട്ടുന്നതില്ല, അങ്ങനെ പറഞ്ഞ സാധനങ്ങൾ കുറെ കഴിക്കുക, അങ്ങനത്തെ കൊണ്ടൊന്നും അവർക്ക് ഇഷ്ടമല്ല കേട്ടാ. ഇപ്പൊ കായ വറുത്തത്, ശർക്കരപ്പേരി, ഇത് രണ്ടും പിന്നെയും കഴിക്കും, ബാക്കിയുള്ളതൊന്നും അങ്ങനെ വേണ്ട. പിന്നെ ഇഷ്ടമുള്ളവർക്ക് മിക്സർ അങ്ങനെ. അപ്പൊ അമ്മ ഇപ്പഴതില് കായ കണ്ട വഴിക്ക് ആ ഒരു ഇങ്ങനെ ഇരിക്കും. എനിക്ക് അന്നത്തെ കാര്യമൊക്കെ ഓർമ്മ വരുന്നത്. കുറച്ച് വെള്ളം ഒഴിക്കല്ലേ അമ്മ, അത് മുങ്ങിയെടുക്കണ്ടേ, വെള്ളം ഒഴിക്കട്ടെ. മഞ്ഞപ്പൊടി ലേശം. അമ്മ ഉണ്ടല്ലോ എനിക്ക് കായ മഞ്ഞൾ വെള്ളത്തിലിട്ട കായ നന്നായിട്ട് തുടച്ചിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് തരാണ്. അപ്പൊ ഞാൻ ഒപ്പതാ അരിഞ്ഞെടുക്കാട്ട് ചെയ്യണത്. പിന്നെ നമ്മുടെ കായത്തൊലി നമ്മൾ കളയില്ല, നമ്മള് കറിയൊക്കെയായിട്ട് ഉപയോഗിക്കും. കായത്തൊലിയും പയറും വെക്കാം, അല്ലെങ്കിൽ കായത്തൊലി തന്നെ ഞാൻ മുന്നേ പറഞ്ഞല്ലോ അങ്ങനെ വെക്കാം. അപ്പൊ നമ്മൾ കുറച്ച് ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് പണിസ്ഥലം ഉണ്ടല്ലോ, അവർക്ക് ഒരു നേരം കറി വെക്കാൻ വേണ്ടി കൊടുക്കും. എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ കണ്ട കായ ഇതേപോലെ കട്ട് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ തിരിക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു കനത്തിലാക്കാവുന്ന രീതിയിലുള്ള ഒരു കട്ടിങ് ആട്ടോ എന്റെ കയ്യിലുള്ളത്. അപ്പൊ സുഖാണ് കായ അരിഞ്ഞെടുക്കാനായിട്ട്. ഇങ്ങനെ പരത്തി ഇട്ടുള്ളൂ കേട്ടാ, കട്ട കുത്തി ഇരിക്കരിക്ക് ഒട്ടി പിടിക്കാത്ത രീതിയിൽ പരത്തി വെച്ചോളൂ കേട്ടാ. അല്ലെങ്കിൽ വറക്കുമ്പോഴേ ഇങ്ങനെ ഒട്ടി പിടിച്ചിരുന്ന വറവായി വരാനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു കനത്തിലാട്ടാ കട്ട് ചെയ്തെടുത്തോണേ. അപ്പൊ ഞാനമ്മ ഇതാണ് നമ്മുടെ എന്താ പറയാ കായൊക്കെ അരിഞ്ഞ് കഴിഞ്ഞ് ഇപ്പൊ വറക്കാൻ വേണ്ടി നിൽക്കുന്നുട്ടാ. അപ്പൊ നമ്മുടെ ഈ പുകയില്ലാത്ത അടുപ്പിലുണ്ടല്ലോ, ഇത് വലിയ അടുപ്പായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറ്റാവുന്ന പോലുള്ളൊരു അടുപ്പാണ്. അപ്പൊ ഈ അടുപ്പിൽ നിന്ന് ആദ്യമായിട്ടാണ് കത്തിക്കുന്നത്. അപ്പൊ നമ്മള് കായാണ് ഇപ്പൊ അതിൽ വറുത്തെടുക്കണത്. അപ്പൊ ഉരുളി വെച്ചിട്ട് ഇതാ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ കേട്ടാ. അപ്പൊ ഞങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ട്രിപ്പൊക്കെ ഉണ്ടാവില്ല വറുക്കാനായിട്ട് ഉണ്ടാവും. അപ്പൊ അത് കാരണമായിട്ട് ഉരുളി വെച്ചത് വേഗം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ. ഏതാണ്ട് ഒരു പകുതിയാണ് ഒഴിക്കല്ലേ അമ്മേ, വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ കൂടുതൽ വെളിച്ചെണ്ണയ്ക്ക് ഇവിടെ വരെയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മള് ഇതിലേക്ക് ആയിടുമ്പോ വെളിച്ചെണ്ണ തളിച്ച് പൊന്തും. അപ്പൊ എന്തായാലും ഈ ഒരു എക്കുണ്ടല്ലോ, ആ എക്കിന്റെ അത്രയായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ വെളിച്ചെണ്ണ നന്നായി ചൂടാവട്ടെ കേട്ടാ. മുളക്ക് മഞ്ഞപ്പൊടിയില് ലേശം കൂട്ടി വെക്കി വെള്ളം ഞാനത് മറന്നു. നമുക്ക് കായ വറുക്കുമ്പോ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം കേട്ടാ, കുറച്ച് വെള്ളത്തില് മഞ്ഞപ്പൊടി ഇട്ടിട്ട് അതിൽ കുറച്ച് ഉപ്പ് കലക്കി വെക്കും. കാരണം നമ്മൾ കായ ഇട്ട് അതിൽ ഏതാണ്ട് ഒരു വറവ് നമുക്ക് ആ ഭാഗത്തോളം വറവായി വരുന്ന സമയത്താണ് നമ്മൾ ഈ വെള്ളത്തിൽ തെളിക്കുക. അപ്പൊ ഞാനിതൊരു 1.5 ഗ്ലാസ്സിലടിക്ക് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം മുഴുവൻ നമുക്ക് വേണ്ടി വരില്ലായിട്ട്, നമ്മൾ എടുക്കുമ്പോൾ ഒരു അളവ് വെള്ളം എടുക്കണമെന്നുള്ളൂ. അതിലേക്ക് നോക്കി ഒരു 1/4 ടീസ്പൂണേക്കാളും കൂടുതൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിലേക്ക് ഉപ്പും പൊടിയായിട്ട് ഇട്ട് കൊടുക്കണേ. അപ്പൊ ഉപ്പും പൊടി എടുക്കുമ്പോൾ നമ്മൾ ഈ വെള്ളത്തിലിട്ട ഉപ്പുണ്ടല്ലോ, എന്നിട്ട് നമ്മൾ ഇത് ഇളക്കിയിട്ട് ഒന്ന് വായിൽ വെച്ച് നോക്കുക. ഉപ്പ് രസം ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ പാകം. എത്രയും ചെയ്ത് വെക്കണം. നമ്മള് എന്താ പറയാ കായ വറക്കണേക്കാളും ഒന്ന് ചെയ്ത് വെക്കുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടത്. നോക്കിയേ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് ഉണ്ടല്ലോ
അപ്പൊ നമുക്ക് ഇതാ കുറച്ച് കൂടുതൽ എണ്ണയിട്ട് വറക്കാനായിട്ട്. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് നോക്കിയാൽ ഞാനൊരു കഷ്ണം ഇട്ടു. അപ്പൊ കണ്ട അതിങ്ങനെ തിളക്കണേ. ഇതാണ് കേട്ടോ നമ്മുടെ പാകം. തിളച്ചത് പൊന്തി കണ്ട. അപ്പൊ വെളിച്ചെണ്ണ കൃത്യം പാകമായി എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് കുറച്ച് ഇടാം. കയ്യൊക്കെയും വെളിച്ചെണ്ണയിൽ തൊടാത്ത രീതിയിൽ ഇട്ടോളൂ കേട്ടാ. ഇങ്ങനെ ഒലർത്തിടാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, വെളിച്ചെണ്ണ ഒഴിക്കണ സമയത്ത് തന്നെ നമുക്ക് പകുതിയോളം ഒഴിച്ചിട്ട് വേണ്ട, 3/4 ഭാഗത്തോളം പൊന്തുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മള് വറക്കണ പാത്രത്തിന്റെ പകുതി ഒഴിച്ചാൽ മതിട്ടാ. ഒരു മിനിറ്റ് നമ്മളൊന്നും ചെയ്യണ്ട, ഒന്ന് പൊന്തും. അപ്പൊ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിട്ട് പതുക്കെ. അത് ഇതാമ്പർത്താണ്ട് ചട്ടക്കന അതിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടത്. അപ്പൊ നമ്മള് കായ ഇട്ടിട്ട് നോക്കിയേ, ഇതേപോലെ ഇങ്ങനെ പൊന്തി വന്നു തുടങ്ങി. അല്ല അമ്മ എങ്ങനെയല്ല അമ്മ കണ്ട. നമുക്ക് സുഖമായിട്ടിതാ ഇങ്ങനെ ഇളക്കാം. അപ്പൊ നന്നായിട്ട് വെളിച്ചെണ്ണ ഇങ്ങനെ നല്ല ചൂടായിട്ട് നല്ല തിളച്ച് വരുമ്പോഴാണ് നമ്മൾ കായ ഇട്ടത്. അതുകൊണ്ടാണ് നമുക്ക് ഇതേപോലെ ഇട്ട വൈക്ക് എന്താ പറയാ നമ്മുടെ കായ ഇങ്ങനെ പൊന്തി വന്നത് കേട്ടാ. നമ്മളിപ്പോ ചട്ടകം കൊണ്ട് ഇളക്കുമ്പോ കണ്ട നമ്മുടെ കായ ഉള്ളിയിൽ കിടന്ന് ഇങ്ങനെ ഓടണ പോലെയാണ്. അത് മാത്രല്ല ചെറിയൊരു സൗണ്ട് നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു സമയത്താണ് നമ്മളിതാ ഈ കളിക്ക് വെച്ച മഞ്ഞപ്പൊടി വെള്ളം ഉണ്ടല്ലോ, അത് അതിലേക്ക് തെളിച്ചു കൊടുക്കാട്ടെ ചെയ്യാം. അപ്പൊ നമുക്കൊരു ഉദ്ദേശം വെച്ചിട്ട് നമ്മൾ തെളിക്കുക. ചെറിയൊരു ഉപ്പ് രസം നമ്മള് കായ്ക്കും കണ്ടിട്ടുണ്ടല്ലോ, അതേപോലെ ടേസ്റ്റിന്റെ രീതിയിൽ കേട്ടാ. ഞാൻ നമ്മൾ ഉപ്പ് വെള്ളത്തിന്റെ കണ്ട തെളിച്ച് കഴിഞ്ഞപ്പോ പത പോലെ വന്നിട്ടുണ്ട്. ഈ പതയ്ക്ക് വറ്റി കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ആ പാത്രത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പൊ കോരാറായിട്ടില്ല. നമ്മൾ ഉപ്പ് ഇടുന്നേക്കാളും മുന്നേ നമ്മൾ ചെറിയൊരു സൗണ്ട് നമ്മൾ കേട്ട സമയത്തല്ല നമ്മള് ഉപ്പ് ഇട്ടത്. അപ്പൊ അതേപോലെ തന്നെ ഇതുമിപ്പോ ഈ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഓടുമ്പോ നമുക്ക് ആ ഒരു ചെറിയ കിളികില സൗണ്ട് പോലെ തോന്നും, കൂട്ടിമുട്ടുന്ന ഒരു സൗണ്ട് ചെറുതായിട്ട് ഇട്ടാ. അത്ര ഉള്ളുണ്ടാവുള്ളൂ കേട്ടാ. ആ സമയത്താണ് നമ്മൾ ഇതിന് എടുക്കുള്ളൂ കേട്ടാ. നമ്മുടെ നോക്കിയാ കേട്ടാ സൗണ്ട് കേട്ടാ ഇളക്കുമ്പോ. ഇപ്പൊ കോരാറായിട്ടുണ്ട്. പിന്നെ ഞാൻ അറിയണമെന്നുണ്ടെങ്കിൽ തന്നെ അമ്മ നോക്കിയേ ഒരു കായ അതിന് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഒരു ഉപ്പേരി എടുത്തിട്ട് അമ്മ പൊട്ടിച്ച് കാട്ടിത്തരും. അപ്പൊ ഇത് പൊട്ടിക്കുമ്പോണ്ടല്ലോ സുഖമായിട്ട് നമുക്കിങ്ങനെ പൊട്ടിക്കാൻ കിട്ടും. ഇതേ കണ്ട ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് പാകമായി കേട്ടാ. ഇത് ചൂടാറുമ്പോ കൃത്യ വറവ് റെഡിയാവും. അപ്പൊ നമ്മ കോരിയെടുക്കാൻ പോവാ. അപ്പൊ നമ്മളുണ്ടല്ലോ ഇടുന്ന പാത്രം എന്ന് പറയുന്നത് ഇതാ കണ്ട. വെളിച്ചെണ്ണയ്ക്ക് അടിയിലേക്ക് വാർന്ന് പോവാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്കാണ് നമ്മൾ കോരിയിരുന്നത്. ഭയങ്കര എളുപ്പാട്ടാ ചായയും ഇതിലും ഒക്കെ വറുത്തെടുക്കാനായിട്ടല്ലേ അമ്മേ. നന്നായി വെറുതെ. ആ പിന്നെ അതല്ല അമ്മയ്ക്ക് നല്ല ഇഷ്ടം എന്നിട്ടാ. നമ്മുടെ ഈ പുകയിലെ തടുപ്പില്ലേ നന്നായിട്ട് കത്താനോ ഒന്നും ഒരു കുഴപ്പമില്ല. നല്ല ചൂടുണ്ട്. അങ്ങനെ അമ്മ എനിക്ക് വന്നിട്ട് ഇതാ ഉപ്പേരി വറുത്തു. ഇന്ന് അമ്മ ഇത് വറക്കേണ്ട കാര്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ വറക്കില്ലായിരുന്നു കേട്ടോ. കായ വെട്ടി അവിടെ വെക്കും. പിന്നെ ആവശ്യക്കാർക്ക് പഴുത്തുനിന്ന് പറഞ്ഞിട്ട് എടുത്തു കൊടുക്കും. ഇതിപ്പോ അമ്മയുടെ പേരക്കുട്ടികൾ ഓർത്തു പോയില്ല അമ്മ. ആരും പോലും ഉണ്ണിക്കുട്ടനൊക്കെ ഓർത്തു പോയി അമ്മ. എന്റെ മക്കൾ വരുമ്പോ അവർക്ക് കഴിക്കാലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ പാവം. ഇന്നിപ്പോ വറക്കാൻ വെച്ചിട്ട് ഇരുന്നത് തന്നെ. നോക്കി നമ്മുടെ ഉപ്പേരി കണ്ട നല്ല മഞ്ഞ കളറില്ലേ, നല്ല ഭംഗിയുണ്ട്. കണ്ട സൗണ്ട്. ഇതാണ് ഉപ്പേരിയുടെ പാകട്ടാ. പിന്നെ ഇപ്പൊ അമ്മ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ചെറുപ്പത്തിൽ അമ്മ എല്ലാ പലഹാരങ്ങളും ഉണ്ടാക്കും. ഒന്നും പൈസ ഓർത്ത് മേടിക്കണ ഒരു പണിയില്ല. എല്ലാ സാധനങ്ങളും മേടിച്ച് ഇതേപോലെ വീട്ടിലുണ്ടാക്കി ചെയ്യാം. അപ്പൊ അമ്മ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം പണികളൊക്കെ എപ്പോഴാന്നറിയോ, രാത്രി 8:30-9 മണിയൊക്കെ ആവുമ്പോൾ അമ്മ പണികൾ തുടങ്ങുക. കാരണം കൂടുതലും ആ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങക്ക് കൃഷി ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, അതെന്താന്നറിയോ നെൽകൃഷിയായിരുന്നു. അപ്പൊ അതൊരു ഒരേക്കറി 11 പറയാന്ന് പറയും അല്ലെ. അന്ന് 11 പറക്കുന്നൊക്കെ പറയാം. അപ്പൊ കുറെ ഉണ്ട്. അപ്പോ എന്താ പറയാ, നെല്ല് കൃഷിയുടെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നെല്ല് പുഴുങ്ങ ഉണക്ക അങ്ങനെയൊക്കെ അമ്മയ്ക്ക് കുറെ പണികൾ ഉണ്ടാവും. പശു ഉണ്ട്. ഞാനൊക്കെ ഒരു 6ാം ക്ലാസ് വരേക്കും നെൽകൃഷി ഉണ്ടായിരുന്നു അല്ലെ അന്ന്. നല്ല പണിയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അമ്മ രാത്രിയിലാണ് ഞങ്ങൾക്കുള്ളതൊക്കെ ഉണ്ടാക്കി തരാം. അന്ന് ഉണ്ടാക്കുമ്പോ എങ്ങനെയാണെങ്കിൽ ഞാനും അനിയനും ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ നേരെ മറിച്ച് എന്റെ ചേട്ടൻ അമ്മയുടെ കൂടെ ഇരിക്കും. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ചൂടാറി
ടിന്നുകളിലെ ഇട്ട് വെക്കാന്ന് പറയില്ലേ, വലിയ ടിന്നുകളിലായിട്ട് ഇട്ട് വെക്കാം. അതിലൊക്കെ ഇട്ട് വെച്ചതിന് ശേഷമാണ് ഉറങ്ങുക. അപ്പൊ ഞാനിപ്പോ അമ്മ വരുമ്പോ എപ്പോഴും എനിക്ക് കൂടുതലും സംസാരിക്കാം ആ പഴയ ഒരു കാലഘട്ടത്തിലത്തെ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കാം. ചായ വറക്കുമ്പോഴൊക്കെ ഞാനത് ആലോചിക്കണേ. പക്ഷെ അന്നൊന്നും അമ്മേരെ കൂടെ നിന്നിട്ട് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഒന്നും പഠിക്കാതെ കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഇങ്ങോട്ട്. പക്ഷെ ഇവിടെ വന്നപ്പോ ഇവിടെ അച്ഛനൊക്കെ ഭയങ്കര എക്സ്പെർട്ടാണ്. പാചകത്തിലായാലും വറക്കാനായാലും പായസം വെക്കാനായാലും ഒക്കെ. അപ്പൊ പിന്നെ നമുക്ക് വീട്ടിലത്തെ പോലെ ഒഴിഞ്ഞിട്ടാൻ പറ്റില്ലല്ലോ. ഇവിടെ വന്ന് നമ്മൾ ഇവിടുത്തെ ഒരാളെ മാറുമ്പോ അങ്ങനെ എല്ലാം പഠിച്ചു. ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല. കഴിഞ്ഞില്ലേ? ഇതും കൂടി ഉള്ള മോനെ. 2 ട്രിപ്പ് കഴിഞ്ഞു, 3ാമത്തെ ട്രിപ്പ്. ഇത് കഴിഞ്ഞല്ല? ഇത് കഴിഞ്ഞത് നോക്കിയേ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നറിയാൻ. അടിപൊളിയാ കണ്ട പൊട്ടിച്ചാലിനെ പൊട്ടും. സൂപ്പർ സാധനാടാ. കഴിക്കുമ്പോ നല്ല ഉപ്പൊക്കെ റെഡി പാകല്ലേ. ഇന്നലെ കഴിഞ്ഞത് ചായയുടെ തൃശ്ശൂര് പോയി വന്നു. ചായത്തിനോട് പോകുമ്പോഴേ ഞങ്ങൾ ഈ പണിയിലുണ്ടല്ലോ. ചായയുടെ ചേച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഉണ്ട്, കുറച്ചധികം ഉണ്ട്. ഞാൻ പോയിട്ട് ഞങ്ങളുടെ നോക്കിയേ കായ വറക്കല് കഴിഞ്ഞു കേട്ടാ. അങ്ങനെ ഒന്ന് കുറച്ച് മണിക്കൂറുകളുടെ ഒരു പണികളായിരുന്നു ഞങ്ങളുടേത്. ഞാനേ നമ്മുടെ ഉരുളി ഒന്നുകൂടെ ഇറക്കി വെക്കട്ടെ. വിളിച്ച എടുക്കണമ്മ, ഇത് ഇറക്കെടുക്കാം. നമ്മുടെ ഈ അടുപ്പുണ്ടല്ലോ ഇപ്പൊ നല്ല സുഖായിട്ട് കത്തിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ ഇത്രയും നമ്മള് നേരം കത്തിച്ചു, എന്നിട്ട് പോലും എന്താ പറയാ ഒരു പുക പിടിക്കുക അങ്ങനെ ഒന്നും ഇല്ലാട്ടാ. എനിക്ക് പഴയ പുകയില്ലാത്ത അടുപ്പ് ഇതേപോലെ തന്നെയായിരുന്നു. നല്ല അടുപ്പായിരുന്നു. അതേപോലെ കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ നമുക്ക് അടുപ്പ് വേറെ വെക്കാനില്ല. വെള്ളം വെറുതെ കയറ്റിച്ച പോലെ ഇങ്ങനെ അപ്പൊ അങ്ങനെ അമ്മ കാരണം ഉപ്പേരി വറക്കില്ല വിചാരിക്കാത്ത വറക്കലാട്ടത്. അമ്മ പറഞ്ഞില്ലെങ്കിൽ ഞാനിത് വറക്കില്ല. അങ്ങനെയുണ്ട്. പിന്നെ നോക്കിയ നല്ലൊരു മഴ പെയ്തിട്ട്, നല്ല മഴ എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ നല്ല മഴ പെയ്തിട്ട് നമുക്കിവിടെ എന്താ ചായ ഇവിടെ വെള്ളം വരുന്നില്ലേ. മഴ പ്രതീക്ഷിക്കാതൊരു മഴ. വർഷക്കാലം കർക്കിടക മാസം പോലുള്ള മഴ അല്ലേ. നമ്മുടെ കാബേജൊക്കെ തണ്ടതൊക്കെ വെള്ളത്തിലായിട്ട് ഉണ്ട്. അയ്യോ ഞാൻ നോക്കട്ടെ പോരാ. അതെ, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ വെള്ളം വരുന്ന കണ്ടിട്ടുള്ളത്. കുറച്ചു നേരം കൂടി പെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വരത്തും. വെള്ളം കയറുമല്ലേ. ഞാനില്ലേ അമ്മ ഒന്ന് പറമ്പിൽ പോയി നോക്കട്ടെ കേട്ടോ. വെള്ളം കയറിയിട്ട് എങ്ങനെയാ നമ്മുടെ ചെടികൾക്കൊക്കെ വല്ല പറ്റിയുണ്ടോ നോക്കട്ടെ. പേളി, നീ അവിടെ കേറിക്കാണ്ട് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങിക്കിടുന്നേടാ. പേളി, പേളി, മഴ പെയ്തിട്ടാണോ ഇവിടെ കേറിക്കാൻ വന്നത്? അങ്ങോട്ട് ഇറങ്ങി കിടക്ക്, ഇറങ്ങി കിടക്ക് പേളി. മുഖത്തേക്ക് നോക്കുള്ളൂ. പേളി ഒരു പാവ. അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ അമ്മ പറമ്പിലേ. പറമ്പിലൊക്കെ നോക്കിയേ നമ്മള് നട്ട ചെടികളൊക്കെ വെള്ളത്തിലാ നിക്കണേ. കാരണം നമുക്ക് ഇങ്ങനെ ഒരു സമയത്ത് മഴ കിട്ടുന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ നമ്മള് ചാല് കോരിയിട്ട് നനയ്ക്കേണ്ട എളുപ്പത്തിനുള്ള രീതിയിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഒക്കെ വെള്ളത്തിലാണ്. ഈ വെള്ളം കെട്ടി നിൽക്കണതിലൊക്കെ നമ്മൾ ഓരോന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇതൊക്കെ നമ്മുടെ കോളിഫ്ലവർ, അതേപോലെ ഇതിലൊക്കെ നോക്കിയ ചോന്നച്ചീര നട്ട് കൊടുത്തിട്ടുണ്ട്. ചോന്നച്ചീരയൊക്കെ ഇതാ മുങ്ങിട്ടാ നിക്കണേ. മഴ കൂടുതൽ ദിവസം നിക്കാണെങ്കിൽ നമ്മുടെ കോളിഫ്ലവർ, കാബേജ്, അതുപോലെ നമ്മളവിടെ എന്താ പറയാ നമ്മുടെ പേരും കിട്ടണില്ല. അയ്യോ എന്റെ ചെരുപ്പ് മണ്ണിൽ താന്നു, കാല് എന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടി പോന്നു. ഈ കാലിൽ മണ്ണിൽ താന്നു. അയ്യോ ഇതും പൊട്ടി. ചെരുപ്പ് ഇട്ടിട്ട് നടക്കാൻ പറ്റില്ല. മഴ പെയ്യുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ അത്രയും എന്താ പറയാ കുതിരും മണ്ണോ അങ്ങനെയാണ് ഇവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ക്യാരറ്റ്, ബീട്രൂട്ട് ഇതൊക്കെ ഇപ്പൊ വെള്ളത്തിലാ. ഈ പപ്പത്തൈയൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഇതൊക്കെ നാശമായി പോകും പെട്ടെന്ന്. മഴ തുടരാണെങ്കിൽ നമ്മുടെ കൃഷിക്കൊക്കെ എന്തായാലും മോശാട്ടാ.
ഒക്കെ നശിക്കുള്ളൂ. നമ്മള് പറഞ്ഞിട്ടില്ലേ 2 ദിവസം വെള്ളത്തിൽ നിന്നാ മതി, പപ്പയും ഒക്കെ നാശവും വേഗം. എന്താ ഇവിടെ നോക്കിയേ കേട്ടാ, ഇതെല്ലാം മുങ്ങിട്ട് നിക്കണപ്പോ. വേറെ സ്ഥലത്തേക്ക് തുറന്ന് കളയാന്ന് പറയാനായിട്ട് ഒന്നുമില്ല. നമ്മളെല്ലാം ഇവിടുത്തെ അവിടെ ഇവിടെ ഒക്കെ ഇതിനോടൊന്ന് വെച്ചു കൊടുത്തോക്കല്ലേ. നല്ല മഴയാ നമ്മുടെ അവിടെ. അയ്യോ, ഈ ഇലയുടെയൊക്കെ കളറ് മാറി തുടങ്ങി കുറച്ചു നേരം വെള്ളത്തിൽ നിൽക്കുമ്പോഴേക്ക് തന്നെ. പിന്നെ നോക്കിയേ, ഇതൊക്കെ നമ്മുടെ വലിയൊക്കെ കോളിഫ്ലവർ തൈകളായിട്ടാ. അയ്യോ, കാല് താഴ്ന്നു. അപ്പൊ ഇവരൊക്കെ വെള്ളത്തിൽ നിന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നാശവും. ഇത്ര വലുതായിട്ടൊക്കെ നാശമായി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടാ. കാരണം ഇവരൊക്കെ മഞ്ഞുകാല കൃഷികളാണല്ലോ. നല്ല വെയില്, രാവിലെ കിട്ടുന്ന മഞ്ഞ്, അതൊക്കെയാണ് ഇവരെ വളർത്തിക്ക് ഏറ്റവും നല്ലത്. അന്നേരം കാലത്ത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കാലത്തൊക്കെ നമ്മളൊന്ന് പറമ്പിൽ ഇറങ്ങുമ്പോൾ അങ്ങനെ വലിയ മഴ കാര്യങ്ങളൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടാ. പിന്നെ അവിടെ നിന്ന് പിടിച്ച മഴ നിന്നിട്ടേ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുക. അതിൽ വീട്ടിൽ പോ നമുക്കിനി. വിളിക്കും ഇങ്ങനെയുണ്ട് വേണം ചോദിച്ചിട്ട്. അപ്പൊ അവരെന്നെ വാരിയിട്ട് നമുക്ക് ഇങ്ങനെ ആക്കി തരും. നമ്മൾ പറമ്പിനൊക്കെ എടുത്ത് പോകാനാണ്. പൈസ കൊടുക്കണം. അധികം പൈസ ഒന്നുമില്ലേ, ചെറിയ സ്ഥലം പൈസ മേടിക്കുള്ളൂ. മഴ ചെറുതായിട്ടൊന്ന് തോർച്ചയപ്പോഴേ കോഴിക്കൂട്ടിൽ ഇന്നലെ കോഴിക്കാട്ടൊക്കെ വാരി വൃത്തിയാക്കിണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സിന്ദൂരൊന്ന് ഇട്ട് കൊടുക്കണം കോഴിക്കാട്ട്. അപ്പൊ ആ ഒരു കാര്യം കൂടി ചെയ്യാന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് പുറത്തേക്ക്. നമ്മുടെ കോഴികളുടെ മരത്തിന്റെ ഇതാണ് ചിന്തൂര് എന്ന് പറയുന്നത് കേട്ടാ. ഞാൻ പലപ്പോഴും കാണിച്ചിട്ടുണ്ട് കണ്ട. അപ്പൊ ഇത് കോഴിക്കൂട്ട് ഇട്ടുണ്ടെങ്കിലേ നമുക്ക് എന്താ പറയാ, കട്ട പിടിക്കില്ല, നല്ല പൊടി പൊടി ആയിട്ടിരിക്കും കോഴിക്കാട്ടൊക്കെ വാരിയെടുക്കാനായിട്ട്. ഇനിയിപ്പൊ കോഴികൾ തന്നെ ഇവര് ടർക്കികളെല്ലാം നടക്കുമ്പോ അങ്ങോട്ടൊക്കെ തട്ടി തട്ടി പരത്തിട്ടോളൂ. മൂന്ന് കൂടെ ഒരുമിച്ച് വൃത്തിയാക്കിയിട്ടെന്നല്ലേ. ഇന്നലെ അതിന്റെ ആയിരുന്നു ഒരു കുത്തി. എന്റെ പണികൾ കണ്ടിട്ട് അമ്മയ്ക്ക് വല്ലതും തോന്നുന്നുണ്ടാ? ഇതൊരു സുഖായിട്ടമ്മേ. അമ്മക്ക് വിഷമം കൊണ്ടാണാവോ ഞാനിങ്ങനെ പണി കണ്ടിട്ട്. ഇപ്പുറത്ത് കല്ലിലും കൂടി ഇട്ട് കഴിഞ്ഞു. അപ്പൊ കഴിഞ്ഞ എന്റെ പണികളമ്മ. അതടക്കണ്ട. അതായത് രാത്രിയിൽ ഇവർക്ക് അതിന്റെ ഉള്ളിൽ കയറി കിടക്കണം എന്നുള്ളവർക്ക് കയറി കിടക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരെണ്ണം തുറന്നു കള്ളി. അപ്പൊ ഇത്ര പണിയുള്ളോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളു കേട്ടാ. അമ്മ വന്നപ്പോഴേ ഞാൻ കുറെ ഓവറായിട്ട് പണികളൊന്നും എടുക്കണമെന്നില്ല, ചെറിയ ചെറിയ പണികൾ എടുക്കണമല്ലോ. അപ്പൊ നിർത്താം നമുക്ക്. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടാ.